കാരണഭൂതൻ എന്ന തിരുവാതിരയ്ക്കു ശേഷം ഇപ്പോൾ ഇതാ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഈ സംഘഗാനം എഴുതിയിരിക്കുന്നത്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് താനത് കേട്ടിട്ടില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ ഈ ഇടയ്ക്ക് വരുന്ന ഇത്തരം വാഴ്ത്തുപാട്ടുകൾ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമെന്നുള്ളതാണ്. ചുറ്റിലും സ്തുതിപാഠകരാണോ ഇത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും മറ്റക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയൻ എന്ന കാരണഭൂതൻ, പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. 9 വർഷം മുമ്പ് പിണറായി വിജയൻ അധികാരത്തിലേറുന്ന സമയത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഈ ഭരിക്കുമ്പോൾ വരാനിടയുള്ള അവതാരങ്ങളെക്കുറിച്ച്. അവതാരങ്ങളുടെ ഇടയിൽ പെടരുത് എന്ന മന്ത്രിമാർക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി നൽകിയത്. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. അദ്ദേഹത്തെ വാഴ്ത്തുന്ന ഒരുപാട് പേർ ചുറ്റിലുമുണ്ടായി. അവരുടെ പ്രതികരണങ്ങൾ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? എടാ, കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവനാണ് യഥാർത്ഥ സുഹൃത്ത്. സഖാവ് മാറി ക്യാപ്റ്റനായി. ഒരു ഘട്ടത്തിൽ ഇരട്ടച്ചങ്കൻ എന്ന പ്രയോഗം വന്നു. പോളിറ്റ് ബ്യൂറോ അംഗത്തിൽ നിന്ന് പോലും പിണറായി വിജയൻ ഐശ്വര്യമാണ് എന്നൊരു വാക്ക് വന്നു. ഐശ്വര്യം എന്ന വാക്കൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്നുണ്ടാകുമോ എന്നറിയില്ല. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വന്നു. ഒരു അസാമാന്യ മനുഷ്യനാക്കി പിണറായി വിജയനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹരിതനിബിഡവനമടിയിലെ ജലതമിടയും മലമുടിയിലെ അമര സമര ധ്വജമുയർത്തി അടിമ ജീവിതം മുടച്ചരുതിത താരമേ. അപ്പോൾ കേരളം അതിജീവിക്കുന്നതിൻ്റെ ഏക കാരണക്കാരനായ കാരണഭൂതൻ എന്ന പാട്ട് ആ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണെന്ന് തിരുവാതിരയായിരുന്നു. നാളെയും ഒരു തിരുവാതിര പാട്ടായിട്ടാണെന്ന് തോന്നുന്നു. 100 വനിതകളാണ് പാടാൻ പോകുന്നത്. ആ പാട്ടിലെ വരികളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഫീനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ എവിടെ നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നൊരു പ്രശ്നം നിൽക്കുന്നു. അദ്ദേഹമാണ് ഭരിക്കുന്നത്, തുടർ ഭരണമാണ്. അപ്പോൾ ഉയർത്തെഴുന്നേൽക്കേണ്ട ആവശ്യമെന്ത് എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതേസമയം പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് അധിക്ഷേപ പരാമർശങ്ങൾ പല നേതാക്കളും കേട്ടിട്ടുണ്ട്. അത് പരനാറി പ്രയോഗമായാലും നികൃഷ്ടജീവി പ്രയോഗമായാലും കുലംകുത്തി പ്രയോഗമായാലും അതൊക്കെ പഴയ കാലത്തെ പ്രയോഗങ്ങളാണ് എന്ന് വേണമെങ്കിൽ കരുതാം. ഒരു കയ്യബദ്ധം നമുക്ക് ഓർമ്മയുണ്ടോ MT മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗം ഓർക്കുന്നില്ലേ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. അന്ന് EMS ഇത്തരത്തിൽ സ്തുതിപാഠകർക്കൊപ്പം അതിന്റെ എന്താ പറയുക ആ പുകഴ്ത്തലുകൾക്ക് നിന്നു കൊടുക്കില്ല എന്നാണ് അദ്ദേഹം അന്ന് പ്രസംഗിച്ചത്. അതപ്പോൾ MT ആ പ്രസംഗിച്ചത് ഇപ്പോഴത്തെ കാലത്തേതാണോ ഇത് വേറെ പഴയ പ്രസംഗം ഉദ്ധരിച്ചതാണോ എന്നുള്ള വലിയ ചർച്ച അന്ന് നടക്കുകയും MTയെ തന്നെ വലിയ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിരുന്നു ആ പ്രസംഗം. ഒരു സ്തുതി പാടുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ വല്ലാതെ എന്താ പറയുക ഭ്രമിച്ചു പോകുന്ന ഒരു ഭരണം ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് ഇന്നത്തെ പ്രതികരണം തന്നെ. ഞാൻ വായിക്കാം. അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജയ്ക്ക് നിന്നു കൊടുക്കുന്നവരല്ല. വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും സാധിക്കില്ല. ഇതാണ് സമീപനം എന്ന് മുഖ്യമന്ത്രി പറയും. ആർക്കും നേടാനും സാധിക്കില്ല എന്ന് പറയാൻ നേടിയവരുടെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ആ പേരുകളൊന്നും ഞാൻ പറഞ്ഞ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതാത് ഘട്ടങ്ങളിൽ പറഞ്ഞത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏതോ ഒരു ഘടകം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ പുകഴ്ത്തിപ്പാടി എന്ന അർത്ഥത്തിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇത് പരിപാടി ആരാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? നാളെ അവതരിപ്പിക്കാൻ പോകുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകമാണോ? അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു എംപ്ലോയി അസോസിയേഷനാണ്, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ്. ആ അസോസിയേഷൻ എന്ന് പറയുന്നത് നേരിട്ട് CPM-മായി ആ രീതിയിൽ സംഘടനാപരമായ ഏതെങ്കിലും തരത്തിൽ ഈ ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരല്ല. അത് എഴുതിയവരിൽ ആരെങ്കിലും പാർട്ടി അംഗങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കതിന്റെ വ്യക്തമായ സൂചനയും കിട്ടിയിട്ടില്ല. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക് രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. അപ്പോൾ പാർട്ടിയെ നിങ്ങൾ അതുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല, നമ്പർ 1. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് എഴുതിയിരിക്കുന്ന സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷന്റെ ആളുകളുടെ പരിപാടിയിൽ നാളെ മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ പ്രതികരണം എന്താണെന്ന് നമുക്കറിയില്ല. മുഖ്യമന്ത്രി ഇതുവരെ ആ പാട്ട് കേട്ടിട്ടില്ല.
മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും വാർത്തകളിലൂടെ കേട്ടു എന്നാണ് മുഖ്യമന്ത്രിയും പറയുന്നത്. അങ്ങനെ കേൾക്കുന്ന ഒരു കാര്യത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തന്നെ നാളെ നടക്കാൻ പോകുന്ന പരിപാടിയിൽ പാട്ടുണ്ടാവാൻ പാടില്ല എന്ന് മുൻവിധിയോട് സമീപിക്കണം. അപ്പോൾ ഡോക്ടർ അരുൺ എന്താണ് വിചാരിക്കേണ്ടത്? അപ്പോൾ വാർത്ത അദ്ദേഹം കാണുന്നു, വാർത്തയിൽ വരികളടക്കം മുഴുവനായി സംപ്രേഷണം ചെയ്തവരുണ്ട്. ഒരു മിനിറ്റ് പറയട്ടെ, അല്ല താങ്കൾ പറഞ്ഞതിനോട് ഞാൻ മറുപടി പറയട്ടെ, താങ്കൾ പറഞ്ഞതിനോട് മറുപടി പറയട്ടെ. ഒരു മിനിറ്റ്, മുഖ്യമന്ത്രി പറയേണ്ടത് ഇതാണ് എന്നല്ല, മുഖ്യമന്ത്രി അങ്ങനെ ഒരു തന്നെ പുകഴ്ത്തുന്ന ഒരു പാട്ടുമായി വന്നിട്ടുണ്ട് എന്ന് ഇന്ന് പത്രത്തിലുണ്ടല്ലോ വാർത്ത. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്നെ പുകഴ്ത്തി എന്നെ ഇരുത്തിക്കൊണ്ട് ഒരു പരിപാടിയിൽ അങ്ങനെ പ്രസംഗിക്കേണ്ട മുഖ്യമന്ത്രി ഒരു മിനിറ്റ് വ്യക്തിപൂജയ്ക്ക് നിന്നുകൊടുക്കുന്നവരല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നാളെ ആ പാട്ട് കേട്ട് മുഖ്യമന്ത്രി അവിടെ ഇരിക്കില്ല. അറിയും അറിഞ്ഞാ കുഴപ്പമുണ്ടോ? കിട്ടിയ ഒരു അവസരം ഇതാ കിട്ടിപ്പോയി. ആ അവസരത്തിൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ വ്യക്തിപൂജയെക്കുറിച്ച് പ്രസംഗിച്ചേക്കാം എന്ന് കരുതുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു സ്വഭാവം ചില ആളുകളിലെങ്കിലും ഉണ്ട്. ഞാൻ സ്മൃതിയുടെ കാര്യമല്ല പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ നോക്കൂ, മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ ഈ പാട്ട് എഴുതിയത്? അല്ല. കാരണഭൂതൻ എന്ന പാട്ട് എഴുതിയത്? അല്ല. നിങ്ങൾ പല ആളുകളും ആ സ്തുതിപാഠകരോട് നേരിട്ട് സംവദിക്കേണ്ട ആവശ്യമില്ല. ആരാണ് സ്തുതിപാഠകർ ഇവിടെ? പറയേണ്ട കാര്യമില്ല. ഇതേ ഫോറത്തിൽ ഇരുന്ന് പാർട്ടിയെയും സെക്രട്ടറി ഈ പറയുന്ന സർക്കാരിനെയും ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിലും പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങളിലും വിമർശിച്ചു എന്ന വാർത്ത കൊടുത്തവരല്ലേ നമ്മള്? അതുകൊണ്ട് ഇപ്പൊ എന്താ ചുമ്മാ സ്തുതിപാഠകരുണ്ടായിട്ടാണോ ലോക്കൽ സമ്മേളനങ്ങളിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും സർക്കാരിനെതിരെ നിശ്ചിത വിമർശനം എന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്? ചുറ്റിലും സ്തുതിപാഠകരുണ്ട് എന്ന് വെച്ചാൽ മുഴുവൻ സ്തുതിപാഠകരാണ് എന്ന് പറയുന്നില്ല. ചുറ്റിലും എന്താർത്ഥം? അങ്ങനെ പറയരുത്. ആസ്വദിക്കാൻ ആളില്ലെങ്കിൽ ഒരേ താളത്തിലുള്ള പാട്ടുകൾ ഉണ്ടാകില്ല. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല? എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആസ്വദിക്കാൻ ആളുള്ളത് കൊണ്ടാണ് അയാൾക്ക് വേണ്ടി ഒരേ താളത്തുള്ള ആസ്വദിക്കുന്ന മനുഷ്യരെ കുറിച്ചാണോ ഈ പറയുന്നത്? അതല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചാണോ ഈ പറയുന്നത്? നീ എന്തിനാ പഠിക്കണേന്ന്? നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. ഈ ചുറ്റിലും സ്തുതിപാഠകരുണ്ടോ? സ്തുതിപാഠകരുണ്ടോ എന്നതിൽ ചുറ്റിലുമുണ്ട് എന്നതല്ല, സ്തുതിപാഠകരുണ്ടാകും, അത് എല്ലാവർക്കും ഉണ്ടാകും. അത്ര മാത്രമേ ഉള്ളൂ. ചുറ്റിലും എന്നുള്ള ആ വാക്കിൽ എനിക്കും വിയോജിപ്പുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വാഴ്ത്തുപാട്ടുകൾ വരിക എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ രീതിയാണ്. ആ ഫ്യൂഡൽ രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ മനോനില ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ സാഹചര്യം തീർച്ചയായിട്ടും ആ മനോനില ഉണ്ടാകുന്ന സാഹചര്യം ഒരു സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ അത് തെറ്റായ പ്രവൃത്തിയാണ്. അത് അപജയമാണ്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ചർച്ച ചെയ്തത്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വാഴ്ത്തുപാട്ട് പറഞ്ഞു. കരുണാകരനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ട് പറ, കരുണാകരനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ട് പറ, ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ട് പറ. വീട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് ഒരു ബോംബ്, 2 ബോംബ്, 3 ബോംബ്. ആന്റണിയെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ട് പറ. അവരിന്നൊരു സ്റ്റേജിൽ വാഴ്ത്തുപാട്ട് പാടിയിട്ടുണ്ടോ? മാത്രമല്ല കരുണാകരനെ കുറിച്ചുള്ള പേരെന്താണെന്നറിയോ? നേരത്തെ സുജയ പറയുമ്പോൾ ഞാനൊന്ന് ഇടപെടണമെന്ന് വിചാരിച്ച, പക്ഷെ സുജയ കംപ്ലീറ്റ് ആയിട്ടെന്ന് വിചാരിച്ച സുജയ ആ കാലത്ത് ഈ പറയുന്ന തത്സമയ ചർച്ചയില്ലെങ്കിലും സുജയ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ഇരട്ട പേരുണ്ടായിരുന്നുള്ളൂ. അത് കർണാടന കരിങ്കാലി കർണാടനാണ്. കരിങ്കാലി കർണാടന കേരളം വിളിച്ചിട്ടുണ്ട്. ലീഡർ എന്ന് തന്നെയാണ് കൂടുതൽ പേരും 90% അങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത്. ചെണ്ടടിക്കാൻ പോണെന്ന് പറഞ്ഞു. കോരന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരേ ജാതി അവഹേളനമാണ്. അതെന്നെ ഞാൻ പറഞ്ഞ കെ കരുണാകരനെയും KR ഗൗരിയമ്മയെയും TV തോമസിനെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ ഇരട്ട പേരുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോകുന്നു. ബൈ.